എനിക്ക് സത്യം പറഞ്ഞ വിൻചേട്ടാ, എനിക്കൊരു CPM സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, അവരുടെ സ്ഥാനാർത്ഥിക്ക് ഭയങ്കര തലവേദനയൊന്നുമില്ല, എല്ലാം പാർട്ടിയാണ് നോക്കുന്നത്, അല്ലെ? എല്ലാം പാർട്ടി നോക്കിക്കോളും. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കിക്കോളും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്കെഡ്യൂളുകൾ മുഴുവൻ പാർട്ടി നോക്കിക്കോളും. പോസ്റ്ററും ഫ്ലക്സും സാധനങ്ങളും ഒക്കെ ഒക്കെ പാർട്ടിയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതിപ്പം പിന്നെ ഷാജാൻ, അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേറൊരു ടെൻഷനില്ല. അവർക്ക് ജനങ്ങളെ കണ്ടാൽ മതി, പ്രസംഗിച്ചാൽ മതി, വോട്ട് ചോദിച്ചാൽ മതി, പാർട്ടി പറഞ്ഞെടുത്ത് പോയാൽ മതി. ഞാനും ആ ഒരു ടെൻഷനൊക്കെ അനുഭവിച്ച ഒരാളാണ്. പക്ഷെ ഇത്തവണത്തെ വടകരയിൽ തെരഞ്ഞെടുപ്പിന് വന്ന് നിന്ന സമയത്ത് എനിക്ക് ആകെ രണ്ട് കാര്യത്തിന് മാത്രമേ എനിക്ക് കുറവുണ്ടായിട്ടുള്ളൂ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം. അതൊന്ന് ഊണിനും ഒന്ന് ഉറക്കത്തിനും. അത് രണ്ടും ഇവരെന്നെ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം പോലും സമയത്ത് അത് അവിടുത്തെ ജനങ്ങളോട് ഇരിക്കുന്ന വടകരക്കാരുടെ നേരത്തെ ഇവിടെ പറഞ്ഞു, ബഹ്റൈനിൽ 1ഉം 2ഉം കഴിഞ്ഞ് 3ആണ്, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ 1ആണ് വടകര എന്നുള്ളതിന് പറയുന്നതിന്റെ കാരണം ഈ ജനങ്ങൾ തന്ന സ്നേഹം തന്നെയാണ്. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്, കുറ്റ്യാടിയിലേക്ക് പര്യടനം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ പുലർച്ചെ 4:15 4:15 അവസാനത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. 4:15 അവസാനത്തെ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയർമാനും കൺവീനറും അറിയാൻ, അവരൊക്കെ അന്ന് നാട്ടിൽ സജീവമായിട്ട് നിന്നിരുന്ന ആളുകളാണ്. ആ 4:15 പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ റൂം എത്തുമ്പോൾ ഏതാണ്ട് 5-5:15. എന്നിട്ട് ഞാൻ ഒന്നിങ്ങനെ ഉറങ്ങി വരുമ്പോഴത്തേക്കും വിളിക്കുക, അല്ല അങ്ങനെ ഉറങ്ങിയാൽ മതിയോ, പോണ്ടേ എന്നുള്ളത് അടുത്ത ദിവസത്തെ കമ്മിറ്റിക്കാരെ വിളിക്കുകയാണ്. അവിടെ രാവിലെ 7 മണി മുതൽ പറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പൊ അത് രണ്ടും ഉപേക്ഷിച്ചാൽ താഴെത്തട്ടിൽ നിന്നൊരു തലവേദനയും സ്ഥാനാർത്ഥിയെ അറിയിക്കാതെ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ പാറക്കൽ അബ്ദുള്ള അവർകൾ. അതുപോലെ തന്നെ കോഴിക്കോട് DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ രമേശിയും നമ്മുടെ വേണുവേട്ടനും ഉൾപ്പെടെ UDFും RMPയും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിക്കും ഇതുപോലെ ഒരു സൗകര്യം ഉണ്ടാവാത്ത തരത്തിൽ ഒറ്റക്കെട്ടായി നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിച്ചതിന്റെ കൂടെ ഭാഗമായിട്ടാണ് വടകരയുടെ ജനാധിപത്യ മതേതര മനസ്സ് 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നമ്മൾ ജയിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് തിരിച്ചെന്താ ചെയ്യാന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെൻഷനാണ്. MLA എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തേ ഉള്ളൂ. ഈ ഒരു മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തിനും കൂടെ 6 കോടി രൂപ ഫണ്ടാ. പാർക്കലിന് കൃത്യമായിട്ട് അറിയാം, 6 കോടി രൂപ ഫണ്ടാണ്. ഈ ഒരു പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തും കൂടെ 6 കോടി രൂപയുടെ ഫണ്ട്. ഇവിടെയാണെങ്കിൽ 50 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും കൂടെ 5 കോടി രൂപയുടെ ഫണ്ട്. എല്ലായിടത്തും ഫണ്ട്. ഇപ്പൊ ഞാൻ കണക്കെടുത്തു, 783 അപേക്ഷ എനിക്ക് റോഡിന് കിട്ടി, 139 അപേക്ഷ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കിട്ടി, 43 അപേക്ഷ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടി, ഡ്രൈനേജും മറ്റതും മറിച്ചതും ഒക്കെ ലൈറ്റിന്റെയും അപേക്ഷ 150ന്റെയും മേലെ എനിക്ക് കിട്ടിയിരിക്കുക. ഇത് എവിടെ വെച്ച് കൊടുക്കുമെന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു സമാധാനം എനിക്കില്ല. എന്നാൽ ഇതുപോലെ സ്നേഹം തരുന്ന ഒരു ജനതയുടെ മുമ്പിൽ എന്ത് ചെയ്യും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചലഞ്ചായി മുന്നിൽ നിൽക്കുമ്പോൾ പരമാവധി നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പ് പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾക്കിടയിലും ഇത്തരം ഒരു സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഷാജാൻക പറയായിരുന്നു, 4-5ഓളം ഫ്ലൈറ്റിൽ ഇവിടുന്ന് ആളുകൾ ആ സമയത്ത് കയറി വന്ന് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെ, ഒരു ദിവസത്തെ പൈസ, ഒരു ദിവസത്തിന് വേണ്ടി വന്ന 2 ആളുകളെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടവരുടെ കുടുംബത്തെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടു. അവരോടൊന്നും എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, ഞാൻ ഇപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അല്ല, ഞാൻ ഒന്നിന്റെയും കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ അതോറിറ്റി അല്ലെങ്കിലും അങ്ങനെയുള്ള അതോറിറ്റീസിന്റെ മുമ്പിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇടതടവുകളില്ലാതെ നിരന്തരം ഉന്നയിക്കുന്നവരുടെ പട്ടികയിൽ, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഇന്ത്യൻ പാർലമെന്റിന് അകത്തും പുറത്തും ആ ശബ്ദങ്ങളിൽ ഒന്ന് എന്റേതായിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ ബഹ്റൈനിലെ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. നിസാർക്ക് ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു ബൈക്കിന്റെ പുറത്ത്, മൈക്കിൽ കൂടെ പറയാൻ പറ്റൂല, 3 ആളും ഒക്കെ ആയിട്ട് പോയിരുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ കോളേജിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ബാലി കയറാ മല പോലെയായിരുന്നു. ഇസാഖ് ഭായി, നമുക്കൊരു ഉറപ്പില്ല അവിടെ പോകും. അവിടെ നമുക്കൊരു ഉറപ്പില്ല, കാരണം അവിടെ എത്ര ചെയ്താലും നമ്മൾ ജയിക്കില്ല എന്നുള്ളൊരു ഫീലാണ്. ആ ഫീലിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് സംഘടിച്ചിട്ട് പട്ടാമ്പി കോളേജിലെ 2ാമത്തെ നിലയിൽ നിന്ന് വോട്ടെണ്ണുമ്പോൾ ഒരു ജനലിലൂടെ താഴോട്ട് നോക്കിയിട്ട് അന്ന് വോട്ടെണ്ണുമ്പോൾ ഒരു കുറിപ്പെഴുതിയിട്ട് താഴേക്കിടുക ചെയ്യുക, ജയിച്ചു. ദാ നിസാർക്കായി പോലുള്ള ആളുകൾ അന്ന് നടത്തിയ അധ്വാനത്തിന്റെ ഫലമായി ജയിച്ചു വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അങ്ങോട്ടുണ്ടാവുന്ന രാഷ്ട്രീയമൊന്നും പിന്നെ മുൻകൂട്ടി തീരുമാനിച്ചതൊന്നും ആയിരുന്നില്ല. ഇപ്പൊ വടകരയിലേക്ക് പോക്കും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് വല്ലാണ്ട് ആവർത്തിക്കുന്നില്ല. ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ബ്രഹ്മയുഗം സിനിമയാണ് കണ്ടുകൊണ്ടിരുന്നത്, മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു. ഈ ബ്രഹ്മയുഗം സിനിമ ഇച്ചിരി പേടിപ്പിക്കുന്ന സിനിമയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ശംസുക്ക അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്, മോനെ പെട്ടി പാക്ക് ചെയ്തോ. ഞാനാണെങ്കിൽ ഭാര്യനോട് പറഞ്ഞു, മോൾ എൻ്റെ യൂത്ത് കോൺഗ്രസ് പൊളിറ്റിക്സ് കഴിഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടെ സെറ്റിലായിട്ട് നിൽക്കാൻ പോവാണ്, ഇനി പാലക്കാട് തന്നെ ഉണ്ടാവും, നമുക്ക് വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഭൂമിയൊക്കെ ശിവനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിങ്ങനെ പ്ലാനൊക്കെ വരച്ച് അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അപ്പുറത്തേക്ക് വെച്ച് അതെടുത്ത് ഇവിടെ വെച്ച് ഇവിടുന്ന് കുറേ ചർച്ചയൊക്കെ നടത്തി ഒരു വാക്ക് വേ ഒക്കെ ഉണ്ടാക്കി അത് മൊബൈലിൽ കാണിച്ച് TV-യിൽ കാണിച്ച് ഒരു മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ശരിയാക്കിയിട്ട് ഇത്തവണ നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ തലേന്ന് രാത്രിയാണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നത്. വടകരയിലേക്ക് വന്ന് ഇറങ്ങുന്ന പാലക്കാട്ടെ കാര്യം പറഞ്ഞു. പാലക്കാട് എന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടം തന്നെയാണ്, ഞാൻ ജനിച്ച മണ്ണ്, ഈ പറയുന്ന എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയ മണ്ണ്. അതുകൊണ്ട് പദവികൾക്കപ്പുറത്തേക്ക് പാലക്കാടുമായിട്ടുള്ള ആത്മബന്ധം തുടരും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ആ മണ്ണിനോടുള്ള സ്നേഹവും കടപ്പാടും മറക്കാനും കഴിയില്ല. അവിടുന്ന് വടകരയിലേക്ക് ചെന്ന് ഇറങ്ങുന്ന ആ ദിവസം കടല് പോലെ ജനം തെരുവിലേക്ക് ഇറങ്ങി നിന്ന്, ഞാൻ പറയുന്നു, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാനല്ല, ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഞാനല്ല, ഞങ്ങൾ ആരുമല്ല. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചതും ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും വടകരയിലെ ജനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. ഞാൻ ബഹ്റൈനിലെ കേരള സമാജത്തിന്റെ ഹാളിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്നല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ വടകര അങ്ങാടിയിലോ കുറ്റ്യാടി ടൗണിലോ പേരാമ്പ്രയിലോ കൊയിലാണ്ടിയിലോ തലശ്ശേരിയിലോ കൂത്തുപറമ്പോ നാദാപുരം അങ്ങാടിയിലോ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് രാവിലെ പുലർച്ചെ ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് ഈ സെക്കൻഡ് വരെ 100 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു വടകരക്കാരനെ കാണാതെ സഞ്ചരിക്കാൻ എനിക്ക് ബഹ്റൈന്റെ മണ്ണിൽ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നിങ്ങളെ നോക്കാൻ, കുടുംബത്തെ നോക്കാൻ, നാടിനെ നോക്കാൻ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ അല്പം സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത്. നിങ്ങൾക്ക് ഇവിടെ വരാൻ, തിരിച്ചു പോകാനൊക്കെ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആദ്യം കിട്ടിയ അവസരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ അവസരം. 540-ലധികം അംഗങ്ങളിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്തിട്ട് അതിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരം ഇത്തവണ എന്റെ ആദ്യത്തെ സെഷനിൽ തന്നെ തേടി വന്നത് വടകര MP എന്നുള്ള നിലക്ക് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ആ നറുക്ക്. അതുണ്ടെങ്കിലേ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ അവിടെ അവതരിപ്പിക്കാൻ പറ്റൂ, വിഷയം MP-ക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷന്റെ നറുക്ക് കിട്ടിയപ്പോ ഏത് വിഷയം എഴുതി കൊടുക്കണം എന്നുള്ളത് ഞാൻ കുറെ ആലോചിച്ചിട്ടില്ല, ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് തീർച്ചയായിരുന്നു എഴുതി കൊടുക്കേണ്ട ആദ്യത്തെ വിഷയങ്ങളിൽ ഒന്ന് നാടിന്റെ നട്ടെല്ലാണ്, അതാണ്, നാടിനെ കാക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ 1000 തവണ പറഞ്ഞു കേൾക്കുമ്പോഴും ആ പറഞ്ഞു കേൾവികൾക്കൊടുവിൽ 1-2 വർഷം ഇവിടെ നിന്ന് അധ്വാനിച്ച് അവസാനം പെറ്റമ്മയെ ഒന്ന് കാണാൻ പോകുമ്പോ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്നൊരു അസുഖമുണ്ടായി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഉണ്ടാകുമ്പോ വീട്ടിൽ അവനവന്റെ ഏട്ടന്റെ അനിയന്റെ മക്കളോടൊപ്പം എന്റെ കുട്ടികളൊന്ന് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോ, സ്വന്തം മുത്തശ്ശിയെ, വല്യമ്മയെ, വല്യപ്പയെ കാണാൻ എന്റെ മക്കളൊന്ന് പോട്ടെ എന്നൊക്കെ ഒന്ന് വിചാരിക്കുമ്പോ ടിക്കറ്റ് ഒന്നിന് 70,000-80,000 കൊടുക്കേണ്ടി വന്ന ദയനീയമായ അവസ്ഥയിൽ ഇന്നും തുടരുന്ന കൊള്ളക്കെതിരെ തന്നെയാണ് ആദ്യം ശബ്ദിക്കേണ്ടത് എന്നുള്ള ഉത്തരവാദിത്ത ബോധം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അത് തുടർന്നും ഉണ്ടാവും എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കും. ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു ദിവസം നേരം ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും അത് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയതല്ല. അതിന്റെ ഗൗരവം അറിയാം. മാർക്കറ്റ് ഡ്രിവൺ ആണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന കൊള്ളകൾ കൃത്യമായി ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഞാനത് അവിടെ അവതരിപ്പിച്ച് നിർത്തിയിട്ടില്ല. 5 തവണ അതിന് ശേഷം ഞാൻ ഏവിയേഷൻ മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഓരോ തവണ ഉണ്ടാവുന്ന കൊള്ളയുടെയും വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ് ഡിലേയുടെയും ക്യാൻസലേഷന്റെയും പേരിൽ പ്രവാസികളെ എയർപോർട്ടിൽ അനാഥകൾ പോലെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ചില എയർലൈനുകളുടെ ഓരോ ഇൻസിഡന്റും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാം ഇതിപ്പോ ഒരു കൊള്ളയാണെന്ന്. ഇത് ആദ്യം ഉന്നയിക്കുന്നയാളും ഞാനല്ല, ഇത് അവസാനം ഉന്നയിക്കുന്നയാളും ഞാനല്ല. എന്നെക്കാൾ നന്നായും മനോഹരമായും സീരിയസ് ആയും ഈ പ്രശ്നങ്ങൾ നമ്മുടെ UDF-ന്റെ MP-മാർ കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങളെ അറിയിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പറഞ്ഞ് അവസാനിപ്പിച്ച് പോന്നിട്ടില്ല. അതിന്റെ ഒരുപാട് സാങ്കേതികത്വങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്.
പക്ഷെ ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും നിരന്തരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയുടെ തലപ്പത്തല്ല ഇരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ പോലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ശബ്ദം, ഈ വിഷയത്തിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ ഇനിയും നമ്മൾ അത് ഉയർത്തും, ആവശ്യങ്ങൾ നമ്മൾ ഉയർത്തും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാട്ടുകൊള്ളക്കെതിരായി ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ നിർബന്ധിതരാവുന്ന ഒരു അവസ്ഥ സർക്കാരുകളുടെയും എയർലൈനുകളുടെയും മേലെ ഉണ്ടാക്കാനുള്ള നമ്മുടെ പരിശ്രമം അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ പ്രവാസ ലോകത്തിന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു എന്നുള്ള സംതൃപ്തിക്ക് വേണ്ടിയല്ല, റിസൾട്ട് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് അത് തുടരുന്നത്. ഈ പാർലമെന്റ് സെഷനിലേക്ക് പോയപ്പോഴും മറ്റൊരു അനീതി ശ്രദ്ധയിൽപ്പെട്ടു. ഇത്ര കാലം അധ്വാനിച്ച് നാട്ടിലൊരു ഭൂമി വാങ്ങിയാൽ ആ ഭൂമി അത് ആരെങ്കിലും എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ ഒരു തുണ്ട് ഭൂമി വിൽക്കേണ്ടി വന്നാൽ അവിടെ നാട്ടിൽ ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം പ്രവാസികൾക്കില്ല. ടാക്സിലെ ഇൻഡെക്സേഷന്റെ ആനുകൂല്യം ആർക്ക് വേണം എന്നുള്ളതിന് ഇന്ത്യയുടെ സിറ്റിസൺസ്, ഇന്ത്യയുടെ പൗരന്മാർ എന്നതിന് പകരം അവിടെ വന്നിരിക്കുന്നത് റെസിഡൻസ് എന്നുള്ളതാണ്. റെസിഡൻസ് എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആ അവകാശം പ്രവാസിക്ക് നിഷേധിക്കപ്പെടുകയാണ്. ആ കാര്യത്തിലും ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കണ്ട് സംസാരിച്ചിരുന്നു. അതിന്റെ ഫോളോ അപ്പുകൾ നടത്തും എന്നുള്ളത് കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ള സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വടകരക്ക് ഉറപ്പ് തരുന്നു, കെ രമയ്ക്കൊപ്പം ഇടത്തും വലത്തും 2026 കേരളത്തിന്റെ നിയമസഭയിലേക്ക് വടകരയിൽ നിന്ന് UDFന്റെ MLA മാരുണ്ടായിരിക്കുമെന്ന് ഈ സംഗമത്തിന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പണി നമ്മൾ എടുക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അത് ചെയ്യും. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരല്ല, നമ്മൾ എല്ലാവരും കൂടെ, ഇപ്പുറവും അപ്പുറവും ഇരിക്കുന്ന ആളുകൾ. അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നു, നാട്ടിൽ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ പോലും ആളുകൾക്ക് പേടിയാവുന്ന തരത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം നാടിന്റെ സമാധാനത്തെ കെടുത്തുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ആയുധങ്ങളും ലഹരിയും വെച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് അത് ജനിപ്പിച്ചതിനുള്ള കുറ്റമാണ്, ശിക്ഷയാണെന്ന് പറയുന്ന മകന്റെ വീഡിയോ പ്രചരിക്കപ്പെടുന്ന കാലം. എന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളിൽ വാഹനത്തിലിരുന്നിട്ട് മാധ്യമങ്ങൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന അവസ്ഥ. നിങ്ങൾക്കറിയാം, മുത്തശ്ശിയെയും അമ്മാവനെയും ഒക്കെ കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂർ പോയതിന്റെ കാര്യങ്ങൾ വായിക്കേണ്ടി വരുന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് തീർത്ത് കളയുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കത്തിയെടുത്ത് 16 വയസ്സുള്ള ഒരുത്തൻ തൃശ്ശൂരിൽ 31 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊല്ലുന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ. ഞാൻ പറയുന്നു, നാട്ടിൽ മുഴുവൻ കെട്ടകാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാനല്ല, പക്ഷെ അപകടകരമായി ലഹരിയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രവണതകൾ വർദ്ധിക്കുമ്പോൾ, ഗുണ്ടായുസവും ക്രിമിനലുകൾക്കും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ, അവിടെ ഭരണകൂടം നിശ്ചലമാകുമ്പോ ഈ നാടിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടത് ചങ്കിന്റെ എണ്ണ കൂടുതലല്ല, നാടിനോടുള്ള താല്പര്യമുള്ള ഭരണകൂടം നാട്ടിൽ അധികാരത്തിൽ ഉണ്ടാവണമെന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനമാണ്. നിങ്ങൾ കാണുന്നുണ്ട് വയലൻസ്, നിങ്ങൾ കാണുന്നുണ്ട് നവീൻ ബാബുവിന്റെ ഇൻസിഡന്റ്, നിങ്ങൾ കാണുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റി പറയുമ്പോ സാജനെ പോലുള്ള പ്രവാസികൾ ജീവനൊടുക്കേണ്ടി വന്നതിന്റെ വേദന നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല. യാത്രാബത്ത കൂട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുമ്പോ തങ്ങളുടെ ജീവൻ പോലെ പണിയെടുത്ത് ഈ നാടിനു വേണ്ടി സർവസ്വവും നീക്കിവെച്ച് നമ്മുടെ ഓരോ വീടുകളിലും നാടുകളിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാരെ അവരെ നിരാശാവർക്കർമാരാക്കി, അവരുടെ ശമ്പളം പോലും പെൻഡിംഗ് ആക്കി, അവർക്ക് മാന്യമായ ഒരു കൂലി പോലും കൊടുക്കാതെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അന്നം വേണം, ശമ്പളം വേണമെന്ന് പറഞ്ഞ് ആ സാധാരണക്കാരൻ കിടന്ന് കരയുമ്പോ, ആ സാധാരണക്കാരായ സഹോദരികൾ കിടന്ന് കരയുമ്പോ അതിൽ തീരുമാനമെടുക്കാൻ മടിക്കുന്ന ഭരണകൂടത്തെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയില്ല. അതിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്ന മടിക്കുന്ന ഭരണകൂടത്തെ പാവങ്ങളുടേതെന്നും വിളിക്കാൻ കഴിയില്ല. അതിനൊരു മാറ്റം വരണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവർ, നിങ്ങളുടെ പിന്തുണ കൊണ്ട് നിൽക്കുന്നവർ, അവരെന്ന നിലക്ക് കേരളീയ പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി തന്നെ പറയുന്നു, ഭരണം മാറണം എന്നും മാത്രമല്ല UDF കേരളത്തോട് പറയാൻ പോകുന്നത്. ഭരണം മാറണമെന്ന് മാത്രമല്ല, ചെറുപ്പക്കാർക്കിടയിൽ മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ടു പോയതിന്റെ വാർത്തകളല്ല കേരളത്തിൽ നിന്ന് വരേണ്ടത്. ചെറുപ്പക്കാർ കേരളം വിട്ട് ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത്. പ്രായമായവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അവര് നീതിക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത്.
ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത്. തൊഴിലിനു വേണ്ടി നാട് വിട്ടു പോകാൻ നിർബന്ധിതരാവുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത്. ക്യാമ്പസുകളിൽ നിന്ന് കോമ്പസ് കൊണ്ട് അടിമുടി കുത്തിനോവിക്കുന്നതിന്റെ റാഗിങ്ങിന്റെ കഥകളല്ല കേരളത്തിൽ നിന്നുണ്ടാവേണ്ടത്. UDF ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയുന്നു, നമ്മൾ അടുത്ത മാസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോകുന്നത് ഭരണം മാറണമെന്ന് മാത്രമല്ല, കേരളം മാറണമെന്നാണ്. അതിനെ മാറ്റാൻ UDF കഴിയുമെന്നാണ്. എങ്ങനെ മാറ്റുമെന്നുള്ളതും കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്നിട്ട് അവരെ കൂടെ നിർത്തി നമ്മളൊരു മാറ്റമുണ്ടാക്കും. ആ മാറ്റത്തിന്റെ ഇമ്പാക്റ്റും അതിൽ അവകാശങ്ങൾ നേടുന്നവരുടെ പട്ടികയിൽ ഇവിടുത്തെ പ്രവാസി സമൂഹം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഞങ്ങളുടെ കരുത്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമെന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റനേകം രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കാഫറിന്റെ കാര്യം, സ്ക്രീൻഷോട്ടിന്റെ കാര്യമൊക്കെ ചെയർമാൻ പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, രാഷ്ട്രീയത്തിൽ ജയിച്ചു എന്ന് തോറ്റു എന്നൊക്കെ വരും. പക്ഷേ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്നവരുടെ പട്ടികയിൽ നമ്മുടെ പേര് നിങ്ങൾ കാണില്ല എന്നുള്ളത് ഈ ജനതക്ക്, നാടിന് നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വടകരയെ മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു പാലക്കാട് BJPക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി വന്നതാണ്, ധാരണയാണ്, സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞു. അതിനുവേണ്ടിയൊക്കെ വന്നാണ്. അവസാനം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എന്താ ഉണ്ടായത്? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാത്രി ഹോട്ടലിൽ ഒരു നീല പെട്ടിയുടെ കഥയുമായി വന്നു. നിങ്ങൾക്കറിയാം, പെട്ടിയും പൊട്ടി, പെട്ടിയുടെ കഥയും കൊണ്ട് നടന്നവനും പൊട്ടി. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പാലക്കാട് നിന്ന് നടന്നെടുത്തത്. അപ്പം നമുക്കുണ്ടാവുന്ന, ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ പ്രകടമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. പക്ഷേ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് തിരിച്ചടികളാണ് നേരിട്ടത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അല്ല. നമുക്ക് ഇതിന് ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര പോലും 39,000 നിന്നാണ് 13,000 വന്നത്, അല്ലെ? 39,000 നിന്നാണ് 13,000 വന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സാണ്. നിങ്ങൾ ഒരാളുടെ വോട്ടല്ല, നിങ്ങളൊരു കുടുംബത്തിന്റെ വോട്ടല്ല. നിങ്ങൾ വിചാരിച്ചാൽ അതൊരു പ്രദേശത്തിന്റെ വോട്ടാണ്, അല്ലേ ട്രഷററെ? നിങ്ങൾ വിചാരിച്ചാൽ അതൊരു പ്രദേശത്തിന്റെ വോട്ടാണ്. എന്താ സംഘടനാ ചുമതലയ്ക്ക് പറയാൻ? അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വോട്ട് മാത്രമല്ല, നിങ്ങളൊരു പ്രദേശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാവുന്ന ആളുകളാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ സമയം, നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ തൊഴിലിന്റെ സമയം, ഈ മൂന്നിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. ഇത് മൂന്നും നിറവേറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 30 സെക്കൻഡിന്റെ പകുതി അതൊരു ലൈക്ക് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനാണെങ്കിൽ പോലും കൊടുത്തിട്ട് നിങ്ങൾ UDF കൂടെ ചേർന്നാൽ, നിങ്ങളുടെ യാത്രയും കാര്യങ്ങളും തീരുമാനിച്ചാൽ, ഒരു സംശയവും വേണ്ട, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അടുത്ത കേരളത്തിന്റെ നിയമസഭയിൽ നമ്മൾ അധികാരത്തിൽ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. പിന്നെ ചില വാർത്തകളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, എനിക്കതും അറിയാം. നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നാട്ടിൽ തമ്മിത്തല്ലൊന്ന് നിർത്തണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ പറയാതെ പറയുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നോട് ഇന്നലെ ഒരു മീഡിയ ചോദിച്ചു, ആരാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF നയിക്കാൻ പോകുന്നത്? ഇപ്പൊ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അവർ ചോദിക്കുന്നത് ആരാണ്? KPC പ്രസിഡന്റ് ആണോ നയിക്കാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവാണോ നയിക്കാൻ പോകുന്നത്? മുൻ പ്രതിപക്ഷ നേതാവാണോ നയിക്കാൻ പോകുന്നത്? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണോ നയിക്കാൻ പോകുന്നത്? പിന്നെ ലീഗിന്റെ നേതൃത്വം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊറ്റക്കെട്ടായിട്ടൊരു തീരുമാനക്കാരൻ. ഞാൻ ആ കാര്യത്തിൽ എന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF നയിക്കാൻ പോകുന്നത് ഇവരെല്ലാരും കൂടെ ചേരുന്ന ഒരു ടീമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് നമുക്ക് ഉറപ്പുവരുത്താം. നിങ്ങൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ചില വാർത്തകളൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതാണ് ഇനി മൊത്തം നടക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നല്ല. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന അടുത്ത പഞ്ചായത്ത് മെമ്പർ ആരാവണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചർച്ച. അതിനുള്ള ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവാണ്. നിങ്ങൾ അതിനകത്ത് പിന്നെ ആശങ്കപ്പെട്ടിട്ട് ഇതൊക്കെ നശിച്ചു പോകുമെന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കേണ്ട. പിന്നെ ഭയങ്കര ഒരു യങ് ടീമും നമുക്കില്ലേ. PC വിശ്വനാഥനെ പോലുള്ള ആളുകൾ, CR മഹേഷിനെ പോലെ, മാത്യു കുൾനാടനെ പോലെ, റോജി M ജോണിനെ പോലെ, നമ്മുടെ പിന്നെ അൻവർ സാദത്തിനെ പോലെ, പിന്നെ നമ്മുടെ ഇപ്പൊ ആ പട്ടികയിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നീണ്ടു വരില്ല. നമ്മുടെ അടുത്ത ലൈൻ ലീഡർഷിപ്പിന് നിങ്ങളൊന്ന് എടുത്തു നോക്കി. സഭയിലെ സിദ്ദീഖും വിൻസെന്റും ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾ മറ്റു പല ആളുകളുടെ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിനൊന്ന് വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പേരുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ കൂടി ഇപ്പോ നിയമസഭയിലേക്ക് വന്നിട്ട്, നിങ്ങൾ അപ്പുറത്ത് വെറുതെ നിങ്ങളെ മുഖത്തൊരു ചിരി വരുന്നില്ലേ? വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, നമുക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്.
ഇച്ചിരി എങ്ങാനും ആരെങ്കിലുമൊക്കെ നേതാക്കന്മാർ ഉഴപ്പിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻ പാർട്ടി മീറ്റിംഗ് പുറത്തു പറയേണ്ട, സ്വകാര്യമായിട്ട് പറയാം. വേണ്ടി വന്നാൽ പാർട്ടിയുടെയും ജനങ്ങളുടെയും താല്പര്യത്തെക്കാൾ വലുതല്ല ഒരു നേതാവിന്റെയും താല്പര്യം എന്ന ആർജവത്തോടെ പാർട്ടിക്കകത്ത് പറയാനും അതിനൊക്കെ പറ്റിയ ആളുകൾ സഭയിലുണ്ട്, കേരള നിയമസഭയിലുണ്ട്. എന്നെ ട്രാൻസ്ഫർ ആക്കി. അപ്പൊ നമുക്ക് അവിടെ നിന്നിട്ടുള്ള മെച്ചഞ്ഞി വടകര പാർലമെന്റിൽ നിന്ന് കൂടുതൽ MLA-മാരുണ്ടാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പാർട്ടി ഇപ്പൊ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. പാറക്കലിനെ പോലുള്ള, വേണുവേട്ടനെ, രമേശിയെ പോലെ, പ്രവീണേട്ടനെ പോലെ നമ്മുടെ UDF-ന്റെ ഒരു ടീം അവിടെയുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ കിടക്കില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയിലേക്ക് 7ാം കപ്പൽ പട വരും എന്ന് പറഞ്ഞപ്പോ അത് വരണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. വന്നാൽ തിരിച്ചു പോണോ വേണ്ടയോ എന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്ന് പറയാൻ ആർജവം കാണിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ഒരു നാടാണിത്, അല്ലെ? ഇന്ത്യയുടെ ഡിഗ്നിറ്റി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിച്ചിരുന്നു? ഇപ്പൊ എന്താ നമ്മൾ കാണുന്നത്? ഇനി വേണ്ട, 56 ഇഞ്ചിന്റെ നെഞ്ചളവൊന്നും ഇല്ലാതിരുന്ന ഒരാള്, PR ഏജൻസികളുടെ ഒരു ബഹളവും ഇല്ലാതിരുന്ന ഒരാൾ, ഒരു നാട്യത്തിനും ഒരു ഷോക്കും ഒരു ബഹളത്തിനും ഒന്നിനും വരാതിരുന്ന ഒരാൾ, ഹഗ് ഡിപ്ലോമസി ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരാൾ, ലോകമെമ്പാടും കുമിള പൊട്ടുന്നത് പോലെ സാമ്പത്തിക സ്ഥാപനങ്ങൾ പൊട്ടിത്തകർന്നു പോയപ്പോഴും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും പൊട്ടാതെ ഇന്ത്യയെ കാത്തിരുന്ന ഒരു നേതാവ്, സാമ്പത്തികമായി ഇന്ത്യ തകർന്ന് തരിപ്പണമാകുമായിരുന്ന ഒരു കാലത്ത് പരിഷ്കാരങ്ങളിലൂടെ ഈ രാജ്യം എഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയ ഒരു നേതാവ്, നീണ്ട 10 വർഷക്കാലം തൊഴിലും ഭക്ഷണവും വിദ്യാഭ്യാസവും വിവരവുമെല്ലാം നാട്ടിലെ ജനതക്ക് അവകാശമാക്കിയിരുന്ന ഒരു നേതാവ്. ആ നേതാവിന്റെ കാലത്ത് അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയിലെ ഒരു ജീവനക്കാരിയോട് മോശമായ ഒരു സമീപനം ആ രാജ്യം വെച്ച് പുലർത്തിയപ്പോ അമേരിക്കൻ എംബസിക്കുള്ള സുരക്ഷ പിൻവലിച്ചിട്ട് വേണ്ടി വന്നാൽ ഇവിടെയുള്ളവരെ തിരിച്ചയക്കുമെന്ന് ആർജവത്തോടെ പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയെ കൊണ്ട് ആ നിലപാട് തിരുത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇന്ത്യ, അവിടെ നിന്നാണ് ഇപ്പോ കൈയും കാലും കെട്ടിയിട്ട് 40 മണിക്കൂർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്, ക്രിമിനൽസ് അല്ല, അവരെ തിരിച്ചയക്കുന്ന അവസ്ഥയിലേക്ക് നാടിന്റെ ഡിഗ്നിറ്റി, അതും വേറൊരു രാജ്യത്തിന്റെ മിലിറ്ററി വിമാനം, സേനാ വിമാനം ഇന്ത്യയുടെ എയർപോർട്ടുകളിൽ ഇറങ്ങുന്ന അവസ്ഥ. ഞാൻ ഒരു കാര്യം പറയാം, നാട് ഭരിക്കാൻ ആവശ്യം ചങ്കിന്റെ എണ്ണ കൂടുതലുമല്ല, നെഞ്ചിന്റെ വീതി കൂടുതലുമല്ല, അതിന് വേണ്ടത് വിശാലമായ ഒരു ഹൃദയവും തലച്ചോറുമാണ് എന്നുള്ളത് ഇപ്പൊ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പാർലമെന്റും കഴിഞ്ഞൊന്നും പോലെയല്ല. പാർലമെന്റിലൊക്കെ ഇപ്പൊ ആരാണ് ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ പാർലമെന്റ്, ഞാൻ ഇതും കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക, പാർലമെന്റിന്റെ ഒരു അറ്റൻഷൻ, ആരാണ് ഇപ്പൊ പാർലമെന്റ് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം? ആരാണ് പാർലമെന്റിൽ ഒരു വിഷനെ പറ്റി സംസാരിക്കുന്നത്? ആരാണ് പാർലമെന്റിൽ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്നത്? ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ഡാറ്റ മുഴുവൻ ചൈനയുടെ കയ്യിലും ഇന്ത്യയുടെ കൺസംഷൻ ഡാറ്റ മുഴുവൻ അമേരിക്കയിലെ MNC-കളുടെ കൈകളിലുമാണ് എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് വരണമെങ്കിൽ ആ 2 ഡാറ്റയും നമ്മുടെ കൈവശം ഉണ്ടാവണമെങ്കിൽ മാനുഫാക്ചറിംഗ് ഉണ്ടാവണം, പ്രൊഡക്ഷൻ ഉണ്ടാവണം, MSMEs വളരണം, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, ചെറുകിടക്കാരനെ വളർത്തിയാലേ അതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ ആർജവത്തോടെ ഒരു വിഷൻ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അതീതമായി 4000 കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴും ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ ഈ നാട്ടിലെ ജാതി മതങ്ങളുടെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാതെ രാജ്യത്തോട് ഒരുമിക്കാൻ പറയുന്ന ഒരു നേതാവ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഈ നാടിന്റെ മതേതര സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഭാവിയിൽ എന്താവെന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. കാര്യങ്ങൾ തിരിച്ചു വരും, തിരിച്ചു വരുത്തും. നിങ്ങൾക്കും കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഇപ്പൊ ഇന്നും ഞാനവിടെ കണ്ടു 2-3 ചേച്ചിമാർ പലിശക്ക് വരെ പണം കൊടുത്തിട്ട് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പണയത്തിലായി വർഷങ്ങളായിട്ട് സ്വന്തം അമ്മയെ പോലും പോവാൻ കാണാൻ കഴിയാതെ പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇപ്പം നാളെ വൈകുന്നേരത്തോടു കൂടി പരിഹാരം എന്നുള്ളതല്ല, പക്ഷെ ആ പരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് ഗ്യാരണ്ടിയാണ് എന്നുള്ളത് ഇന്നിവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും പറയാൻ ആഗ്രഹിക്കുന്നു.